ഹായ് ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ അംശബന്ധം എന്ന് പറയുന്ന മാത്സ് പാഠപുസ്തകത്തിലെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. 89ാം പേജിലെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നിലുള്ള അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ മുന്നത്തുള്ള വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 89ാം പേജിലെ 5 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആമിനയുടെ കയ്യിൽ 105 രൂപയും മേഴ്സിയുടെ കയ്യിൽ 175 രൂപയുമുണ്ട്. ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. അംശബന്ധം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആമിനയുടെ കയ്യിൽ എത്ര രൂപയാണ്? 105 രൂപയാണ്. മേഴ്സിയുടെ കയ്യിൽ 175 രൂപയാണ് ഉള്ളത്. ഈ ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ചെറിയ തുക ഈസ് ടു വലിയ തുകയാണ്. അപ്പോൾ എത്രയായിരിക്കും വരിക? 105 സ്മോൾ എമൗണ്ട് അല്ലേ. ചെറിയ തുക എന്ന് പറയുന്നത് എത്രയാണ്? 105. ആമിനയുടെ കയ്യിലാണ് ചെറിയ തുകയുള്ളത്, മേഴ്സിയുടെ കയ്യിലാണ് വലിയ തുകയുള്ളത്. അപ്പോൾ 105 ഈസ് ടു 175 അല്ലേ. ചെറിയ തുക ഈസ് ടു വലിയ തുക. അപ്പോൾ നമുക്ക് ഈ 105 എങ്ങനെ എഴുതാം? 5 × 21 എത്രയാണ്? 105 വരുന്നത്. 5 × 35 വരുന്നത് 175. അപ്പോൾ ഈ 5 × 21 5 × 35 കോമൺ ആയിട്ട് 5 ഉണ്ട് അല്ലേ. 5 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 5 നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് 21:35 അല്ലേ. 21:35 35 കിട്ടുക. 21നെ 7 × 3 7 × 3 എത്രയാണ്? 21. 7 × 5 35. അപ്പോൾ 7 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 3:5 എന്നുള്ളതാണ് ഇതിൻ്റെ അംശബന്ധം വരുന്നത്. ആൻസർ മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ഈസ് ടു പുരുഷന്മാർ അല്ലേ. 96 ഈസ് ടു 144. 96നെ 2 × 48 എഴുതി. ഈസ് ടു 2 × 72 എത്രയാണ്? 144. അപ്പോൾ 2 കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു, 8 ഒഴിവാക്കി അല്ലേ. 48 ഈസ് ടു 72 വരുന്നത്. അപ്പോൾ ഈ 48നെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? 2 × 24 ഈസ് ടു 2 × 36 എന്ന് എഴുതാം. അതിൽ 2 കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 24 ഈസ് ടു 36 കിട്ടിയത്. ആ 24നെ വീണ്ടും നമുക്ക് ചെറുതാക്കണം. ഇപ്പോൾ 6 × 4 24 24 എന്ന് പറയുന്നത്. 6 × 6 36 എന്ന് പറയുന്നത്. അവിടെ 6 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ 4 ഈസ് ടു 6 വരുന്നത്. ഈ 4 ഈസ് ടു 6നെ വീണ്ടും നമുക്ക് ചെറുതാക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 × 2 4, 3 × 2 6. അപ്പോൾ കോമൺ ആയിട്ട് 2 വരുന്നുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഈസ് ടു 3 എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അംശബന്ധം എത്രയാണ്? 2 ഈസ് ടു 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 പെൻസിലുകളിൽ ചെറുതിൻ്റെ നീളം 4.5 4.5 സെൻറ്റിമീറ്ററും വലുതിൻ്റെ നീളം 7.5 സെൻറ്റിമീറ്ററുമാണ്. 7.5 സെൻറ്റിമീറ്ററുമാണ്. വലുതിൻ്റെയും ചെറുതിൻ്റെയും നീളങ്ങൾ ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 2 പെൻസിലുകളിൽ ചെറിയ പെൻസിൽ എത്രയാണ്? 4.5 സെൻറ്റിമീറ്റർ ആണ്. വലിയത് എത്രയാണ്? 7.5 7.5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ വലുതിൻ്റെയും ചെറുതിൻ്റെയും നീളങ്ങൾ തമ്മിൽ ഏത് അംശബന്ധത്തിലാണ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എങ്ങനെ നോക്കാം നമുക്ക്? വലുതിൻ്റെ നീളം ഈസ് ടു ചെറുതിൻ്റെ നീളം. വലുതിൻ്റെ നീളം എത്രയാണ്? 7.5 ഈസ് ടു 4.5. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. വലിയ പെൻസിലിൻ്റെ നീളം ഈസ് ടു ചെറിയ പെൻസിലിൻ്റെ നീളം. അപ്പോൾ എത്രയാണ്? 7.5 ഈസ് ടു 4.5 എഴുതി. ഈ 7.5നെ പോയിൻ്റ് ഒഴിവാക്കി എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 7.5 × 10 ഈസ് ടു 4.5 × 10. അപ്പോൾ 75 ഈസ് ടു 45 കിട്ടിയത്.
ഇനി ഈ 75 എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 15 75 വരുന്നത്. 5 ഇൻറ്റു 9 45 വരുന്നത്. 5 ഇൻറ്റു 15 5 ഇൻറ്റു 9 കോമൺ ആയിട്ട് 5 വരുന്നുണ്ട്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തു. 15:9 കിട്ടിയത്. ഈ 15 നമുക്ക് 5 ഇൻറ്റു 3 എന്ന് എഴുതാം. പിന്നെ 9 3 ഇൻറ്റു 3 എഴുതാം. അതിൽ കോമൺ ആയിട്ട് 3 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്തു. 5 ഇൻറ്റു 3 3 ഇൻറ്റു 3 3 എന്ത് ചെയ്തു? നമ്മൾ വെട്ടി ഒഴിവാക്കി. അപ്പോൾ 5:3 ആണ് ഇതിൻ്റെ അംശബന്ധം കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചരട് കൊണ്ട് ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അളന്നപ്പോൾ വീതി ചരടിൻ്റെ 1/4 ഭാഗവും നീളം ചരടിൻ്റെ 1/3 1/3 ഭാഗവും എന്ന് കണ്ടു. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വീതി എത്രയാണ്? വീതി 1/4 അല്ലേ. 1/4 ഇൻറ്റു എന്താണ്? നീളം ആണ് അല്ലേ. ആ ഒരു ചതുരത്തിൻ്റെ നീളത്തിനെ ഇൻറ്റു ചെയ്താലാണ് വീതി കിട്ടുക. ഇവിടെ വീതി 1/4 ഇൻറ്റു നീളമാണ്. ഉയരം എത്രയാണ്? 1/3 ഇൻറ്റു നീളം. അപ്പോൾ ഉയരം ഈസ്റ്റു വീതി വരുമ്പോൾ 1/3 ഇൻറ്റു നീളം ഈസ്റ്റു 1/4 ഇൻറ്റു നീളമാണ് വരിക. അപ്പോൾ 1/3 ഇൻറ്റു നീളം 1/4 ഇൻറ്റു നീളം കോമൺ ആണല്ലേ. അപ്പോൾ നീളം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1/3 ഈസ്റ്റു 1/4 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1/3 ഇൻറ്റു 3 ഇൻറ്റു 4 ഈസ്റ്റു 1/4 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലേ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കോമൺ ആണ്. 3 മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 4 ഇൻറ്റു 4 അല്ലേ. 4 കോമൺ ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അംശബന്ധം വരുന്നത് 4:3 എന്നാണ് കേട്ടോ. ആൻസർ 4:3 ആണ് അതിൻ്റെ റേഷ്യോ അംശബന്ധം വരുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ കുപ്പി നിറക്കാൻ 1/2 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറക്കാൻ 1/2 ഗ്ലാസ് വെള്ളവും വേണം. വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്താണ് അല്ലേ. വലിയ കുപ്പി നിറക്കാൻ 1/3 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറക്കാൻ 2.5 ഗ്ലാസ് വെള്ളവുമാണ് വേണ്ടത്. അപ്പോൾ ഈ വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളിലുള്ള അളവുകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ വലിയ കുപ്പിയിലെ അളവ് ഈസ്റ്റു ചെറിയ കുപ്പിയിലെ അളവ് 3 ഇൻറ്റു ഹാഫ് ആണ് അല്ലേ. 3 1/2 ഈസ്റ്റു 2 1/2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു 2 പ്ലസ് 1 ഈസ്റ്റു 2 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ 3 ഇൻറ്റു 2 എത്ര? 6 ആണ്. 6 പ്ലസ് 1/2 ഈക്വൽ ടു 7/2 ആണ് വരിക. മറ്റേത് 2 ഇൻറ്റു 2 4 ആണ്. അപ്പോൾ 4 പ്ലസ് 1/2 ആണ് വരിക. അപ്പോൾ എത്രയാണ്? 5/2. ഇനി 7/2 ഈസ്റ്റു 5/2 ആണ് ആൻസർ വരുന്നത്. അതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കണം അല്ലേ. അപ്പോൾ 7/2 ഇൻറ്റു 2 ഈസ്റ്റു 5/2 ഇൻറ്റു 2. അപ്പോൾ 7/2 അല്ലേ 2 കോമൺ ആയിട്ട് വന്നു അല്ലേ. 7/2 ഇൻറ്റു 2 കോമൺ വന്നു. അവിടെ 7 ആയി. 5/2 ഇൻറ്റു 2 എന്നുള്ളതിൽ 2 കോമൺ വന്ന് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബാക്കി 7:5 എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ അംശബന്ധം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.